ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം വളരെ വലിയ ഒരു ചരിത്രവും പാരമ്പര്യവും പേറുന്ന സംസ്ഥാനമാണ്. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും തട്ടകമെന്ന് അവർ വിശേഷിപ്പിച്ചിരുന്ന റായ്ബറേലിയിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി 55,000 വോട്ടുകൾക്ക് രാജ്നാരായണനോട് പരാജയപ്പെടുന്നു. തൊട്ടടുത്ത മണ്ഡലമായ അമേഠിയിൽ മകൻ സഞ്ജയ് ഗാന്ധി 1,00,000-ലധികം വോട്ടുകൾക്ക് പരാജയത്തിന്റെ കൈപ്പുനീർ കുടിക്കുന്നു. അതുമാത്രമല്ല, ഉത്തരേന്ത്യ മുഴുവൻ കോൺഗ്രസ് അടക്കി ഭരിച്ച ഉത്തർപ്രദേശും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അടപടലം തോറ്റ് രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ലെന്നും കാലഹരണപ്പെട്ട രാഷ്ട്രീയാദർശം ആറടി മണ്ണിൽ കുഴിച്ചുമൂടിയെന്ന് രാജ്യത്തെ സോഷ്യലിസ്റ്റുകളൊക്കെ പാടി മുദ്രാവാക്യം വിളിച്ചു നടന്ന ഒരു കാലഘട്ടത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും ഊർജം നൽകിയ സംസ്ഥാനം കർണാടകയാണ്. അവിടെ ചിക്കമംഗ്ലൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ദിരാഗാന്ധി പിന്നീട് ലോക്സഭയിലേക്ക് എത്തുന്നത്. ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന മുദ്രാവാക്യം ചിക്കമംഗ്ലൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടുകൂടി ഏറ്റുവിളിച്ചപ്പോൾ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ സോഷ്യലിസ്റ്റ് പാർട്ടിയെ നിലംപരിശാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടിപതറി അടപടലം തോറ്റു തുന്നം പാടിയപ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്ന കർണാടക, ആ കർണാടകയുടെ മണ്ണിലൂടെയാണ് ഇന്ദിരാഗാന്ധിക്ക്, ചിക്കമംഗ്ലൂരിൽ നിന്നാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് ലോക്സഭയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതേ കർണാടക, കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ കർണാടകയിൽ BJPയെ നെഞ്ചുവിരിച്ച് നേരിട്ടുകൊണ്ട് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച കർണാടക, ആ കർണാടകയിൽ ഇപ്പോൾ ഇന്നൊരു ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കർണാടകയിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യെ മാറ്റി ദൊഡ്ഡനഹള്ളി കമ്പഗൌഡ ശിവകുമാർ എന്ന DK ശിവകുമാറിന് ഒരു ചരിത്രം കൂടിയുണ്ട്. നേരത്തെ കർണാടകയിലെ കോൺഗ്രസിനെ തന്റെ ഉള്ളം കൈയിട്ട് നയിച്ച വ്യക്തികളെല്ലാം പാർട്ടി വിട്ടു പോയപ്പോൾ ഇന്ദിരാഗാന്ധി കണ്ടെത്തി വളർത്തി വലുതാക്കിയ വ്യക്തിയാണ് ഈ DK ശിവകുമാർ. തന്റെ 23ാമത്തെ വയസ്സിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം കൈകാര്യം ചെയ്തിരുന്ന HD ദേവഗൌഡയോട് ഏറ്റുമുട്ടി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് കനകപുര മണ്ഡലത്തിൽ കിരീടം വെക്കാത്ത രാജാവായി തന്റെ എതിരാളികൾക്ക് പോലും അദ്ദേഹത്തിന് എതിരെ മത്സരിക്കുന്ന ആളുകൾക്ക് കെട്ടിവെച്ച പണം കിട്ടാത്ത രൂപത്തിൽ നിലംപരിശാക്കിക്കൊണ്ടാണ് DK ശിവകുമാർ വർഷങ്ങളായി നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. കർണാടക PCCയുടെ അധ്യക്ഷനായി ഉപമുഖ്യമന്ത്രി പ്രവർത്തിക്കുന്ന DK ശിവകുമാർ കർണാടക രാഷ്ട്രീയത്തിലെ മസിൽ പവർ, മണി പവർ രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമല്ല, ഓപ്പറേഷൻ ലോട്ടസിൽ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം പകച്ചു നിന്ന ഒരു കാലത്ത് ഒരു പെരുമഴയത്ത് MLA-മാരെ പാർപ്പിച്ച ഹോട്ടലിലേക്ക് സഹോദരൻ DK സുരേഷിന്റെ കൈപിടിച്ച് കയറി ചെന്ന് കോൺഗ്രസ് MLA-മാരെ BJPയുടെ എല്ലാ മണി പവർ, മസിൽ പവർ രാഷ്ട്രീയത്തെ വകഞ്ഞു മാറ്റി കോൺഗ്രസ് MLA-മാരുടെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസിന് കരുത്തു പകർന്ന ആ DK ശിവകുമാർ അധികാരം കിട്ടിയപ്പോൾ കഴിഞ്ഞ തവണ 2023-ൽ മുഖ്യമന്ത്രിയാകണ്ട എന്ന് പറഞ്ഞ് സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചപ്പോൾ ഒരു വാക്കുരിയാടാതെ സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്ന് തിരികെ വന്ന DK ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കാത്തുവെക്കുന്നത് 2028-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണമെന്ന സ്വപ്നമല്ലേ? തീർച്ചയായും കർണാടകയിൽ അധികാരത്തിലേക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ എല്ലാവരും വിചാരിച്ചത്, അത് കർണാടകക്കാർ മാത്രമല്ല കേരളത്തിലുള്ളവരും വിചാരിച്ചത്, കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി DK ശിവകുമാർ ആയിരിക്കുമെന്നാണ്. അത് ആ വിജയത്തിൽ എല്ലാവരും വിചാരിച്ചു. ഒരിക്കലും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി വരുമെന്ന് ആരും കരുതിയില്ല. എല്ലാവരും കരുതിയത് DK ശിവകുമാർ. കാര്യം DK ശിവകുമാർ ആയിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ തരത്തിലും ക്രൈസിസ് കോൺഗ്രസിൽ, അല്ലെങ്കിൽ കർണാടക രാഷ്ട്രീയത്തിലെ ക്രൈസിസ് മാനേജർ എന്ന് തന്നെയാണ് DK ശിവകുമാറിനെ വിളിക്കേണ്ടത്. സ്വാഭാവികമായും ഒരു വിഭാഗത്തിന് DK ശിവകുമാറിനെ അന്ന് മുഖ്യമന്ത്രി ആക്കാത്തതിൽ വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലും പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ ഒന്നും പറയാതെ അത് അംഗീകരിക്കുകയാണ് ചെയ്തത് സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി. പക്ഷെ അന്ന് തന്നെ പറഞ്ഞിരുന്നു 2.5 വർഷം കഴിയുമ്പോൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ 3 വർഷമായി, 2.5 വർഷം ആയപ്പോൾ വോട്ടർമാർ അല്ലെങ്കിൽ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും ചോദിച്ചു എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന്. സിദ്ധരാമയ്യ ഒരു മോശം മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, അതിനപ്പുറം DK ശിവകുമാർ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന കർണാടകയിലെ ജനങ്ങളുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇല്ല 5 വർഷവും സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രി ആകട്ടെ എന്നൊരു നിലപാട് എടുക്കുമ്പോൾ പോലും DK ശിവകുമാർ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന തരത്തിൽ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ DK ശിവകുമാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. പാർട്ടിയെ പല സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രതിസന്ധിയിൽ നിർത്താമായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ അധികാരം കിട്ടാതിരിക്കുമ്പോൾ മറുചേരിയിലേക്ക് പോകുന്ന ആളുകളുള്ള പാർട്ടിയിൽ ഒരു തരത്തിലും പാർട്ടിയെ വെട്ടിലാക്കാൻ ഞാൻ തയ്യാറല്ല എന്ന നിലപാടാണ് DK ശിവകുമാർ എടുത്തത്. കോൺഗ്രസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പൊ കേരളത്തിൽ പോലും മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും കോൺഗ്രസിൽ ഒരു ടേം വ്യവസ്ഥ നടപ്പാക്കാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നാണ്. പക്ഷെ അത് കോൺഗ്രസിൽ നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് DK ശിവകുമാർ സിദ്ധരാമയ്യയും തെളിയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും
സിദ്ധരാമയ്യ മാറാൻ തയ്യാറായി. സ്വാഭാവികമായും രാജ്യസഭയിലേക്ക് പോകാൻ സീറ്റ് രാജ്യസഭയിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സിദ്ധരാമയ്യയും DK ശിവകുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം മാറാൻ അല്ലെങ്കിൽ മാറാൻ തയ്യാറായി. ഇന്നാണ് ഇനിയിപ്പോ സത്യപ്രതിജ്ഞ. സ്വാഭാവികമായും കർണാടകയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനിയുള്ള 2 വർഷം അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടർഭരണം തന്നെയാണ് കർണാടകയിൽ നിന്ന് ലക്ഷ്യമിടുന്നത്. ഒരിക്കലും സിദ്ധരാമയ്യ ഒരു കാലുവാരൽ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മകനടക്കം പുതിയ മന്ത്രിസഭയിലുണ്ട്. മലയാളികൾക്കും സന്തോഷമാണ്, 2 മലയാളി മന്ത്രിമാർ കൂടി കർണാടക നിയമസഭയിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പൊ ഒരിക്കലും സിദ്ധരാമയ്യ ഒരു കാലുവാരൽ രാഷ്ട്രീയത്തിലേക്ക് പോകില്ല. DK ശിവകുമാറിന് കഴിഞ്ഞ 3 വർഷം സിദ്ധരാമയ്യ ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. DK ശിവകുമാറിന് തന്റേതായ പ്ലാനുകളുണ്ട്, അതെല്ലാം കർണാടകയിൽ നടപ്പിലാക്കാൻ കഴിയും. 5 വർഷമായി പൂർത്തീകരിച്ച് തുടർഭരണത്തിലേക്ക് എത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഈ അവസാനം അല്ലെങ്കിൽ 2 വർഷത്തിന് വേണ്ടി കാത്തിരുന്ന DK ശിവകുമാറിന് സ്ഥാനം നൽകുന്നത് അല്ലെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത്. ഒന്നും കാണാതെ കോൺഗ്രസ് ഈ കളി കളിക്കില്ല. പടുകുഴിയിൽ കിടന്ന കോൺഗ്രസിനെ കൈപിടിച്ച് ഉയർത്തിയ ആളാണ് DK ശിവകുമാർ. ഈ നിലയിൽ ഇപ്പോൾ കോൺഗ്രസ് കർണാടകയിൽ മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. ആ മെച്ചപ്പെട്ട കോൺഗ്രസിനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ DK ശിവകുമാറിന് കഴിയുമെന്ന് ഹൈക്കമാൻഡിന് അറിയാം, നേതൃത്വത്തിൽ അറിയാം, കർണാടകയിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാര്യം അധികാരത്തിലേറി ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് 2027 തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം തന്നെയായിരിക്കും കർണാടകയിൽ കോൺഗ്രസിന് ഉണ്ടാവുക എന്നതിനെ ഉറച്ചു വിശ്വസിക്കേണ്ടി വരും. കർണാടക രാഷ്ട്രീയത്തിൽ പകരക്കാരനില്ലാത്ത നേതാവെന്ന് DK ശിവകുമാറിനെ വിശേഷിപ്പിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. രാജ്യത്തെ പല കോൺഗ്രസ് നേതാക്കന്മാരെയും ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗപ്പെടുത്തി BJP വിലക്ക് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ കർണാടകയിൽ DK ശിവകുമാറിന് വിലയിട്ട അമിത്ഷായോട് താങ്കൾക്ക് എന്റെ ഷൂ അയച്ചു തരാം എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാണ്. അതോടൊപ്പം തന്നെ ജനതാദൾ കോൺഗ്രസ് സഖ്യ സർക്കാർ കുമാരസ്വാമിയെ കോൺഗ്രസിന് ജനതാദളത്തിനേക്കാൾ സീറ്റുകൾ കൂടുതൽ ഉണ്ടായിട്ടും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ് പിന്തുണച്ചപ്പോൾ അതേ കോൺഗ്രസിനെയും ജനതാദളത്തിനെയും വീഴ്ത്താൻ, ആ സർക്കാരിനെ വീഴ്ത്താൻ ഓപ്പറേഷൻ ലോട്ടസുമായി BJP വന്നപ്പോൾ പകച്ചു നിന്ന കോൺഗ്രസിന് ധൈര്യം പകർന്ന പോകുന്നവർ പോയിക്കോട്ടെ, ഈ സർക്കാരിനെതിരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് ഈ DK ശിവകുമാർ. അതുമാത്രമല്ല സിദ്ധരാമയ്യയുടെ ജനകീയത കൂടി എടുത്തു പറയേണ്ടതാണ്. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഇടയിൽ ബോൾഡ് മൈസൂർ മേഖലയിൽ അടക്കം ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് സിദ്ധരാമയ്യ. അതേ കോൺഗ്രസിനെ ചതിച്ച് BJPക്കൊപ്പം ചേർന്ന കുമാരസ്വാമിയുടെ രാഷ്ട്രീയ പാർട്ടി ജനതാദളത്തിനെ അവരുടെ തട്ടകമായ മൈസൂരിൽ നാമാവിശേഷമാക്കി ജനതാദളത്തിന്റെ കുടുംബത്തിൽ നിന്ന് മത്സരിച്ച ആളുകളെ നിയമസഭ കാണിക്കാതെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്രെഡിറ്റ് DK ശിവകുമാറിനേക്കാൾ സിദ്ധരാമയ്യക്കാണ്. പക്ഷേ ബാംഗ്ലൂർ നഗരമേഖലയിലടക്കം തന്റേതായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉജ്ജ്വലമായി ജനങ്ങൾക്കിടയിൽ മനസ്സ് കീഴടക്കിയ നേതാവാണ് DK ശിവകുമാർ. അവിടെ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് നിലവിൽ KJ ജോർജ് മന്ത്രിയാണ്, മലയാളി. അദ്ദേഹം വീണ്ടും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. നിലവിലെ സ്പീക്കർ UT ഖാദർ, അദ്ദേഹം മംഗലാപുരത്തുകാരനാണ്, മലയാളിയാണ്, കാസർഗോഡുകാരനാണ്. UT ഖാദർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. NA ഹാരിസിനെ പോലെയുള്ള മലയാളി MLA മാർ അവിടെയുണ്ട്. എന്തായാലും സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്ര ഈ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എന്തായാലും DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ ഉജ്ജ്വലമായ തിരിച്ചുവരവ് നടത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കർണാടക മുഖ്യമന്ത്രി പദം മസിൽ പവർ, മണി പവർ BJPയുടെ രാഷ്ട്രീയത്തെ അതേ നാണയത്തിൽ നേരിടുന്ന DK ശിവകുമാറിന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ അവിടെ ജനകീയനായ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ എന്ന കാര്യത്തിൽ തർക്കമില്ല. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ കർണാടകയിൽ ഇനി BJPക്ക് അധികാരം ലഭിക്കാതിരിക്കാനുള്ള പ്രവർത്തനം തന്നെയാണ് കോൺഗ്രസ് ഏകോപിപ്പിക്കുന്നത്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അനുഗ്രഹ ആശീർവാദത്തോടു കൂടിയാണ് DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു വന്നത്. അതായത് നേരത്തെ ഇന്ദിരാഗാന്ധിയുമായി ആത്മബന്ധമുള്ള നേതാവാണ്. ഞാൻ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് കേവലം 23-ാമത്തെ വയസ്സിൽ ഇന്ദിരാഗാന്ധി HD ദേവഗൌഡയ്ക്കെതിരെ മത്സരിക്കാൻ നിയോഗിച്ച യൂത്ത് കോൺഗ്രസുകാരനായിരുന്നു ഈ DK ശിവകുമാർ. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ, കന്നഡ രാഷ്ട്രീയത്തിൽ തന്റെ രാഷ്ട്രീയ ശൈലിക്ക് എതിരാളികളില്ലാത്ത ആ നേതാവ് കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുമ്പോൾ കോൺഗ്രസ് വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ അത് യാഥാർത്ഥ്യമാകുമെന്ന ഉറച്ച വിശ്വാസമാണ് കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും കർണാടകയുടെ ചുമതലയുള്ള AICC നേതാക്കന്മാർക്കും പ്രാദേശിക നേതാക്കന്മാർക്കും എല്ലാം പങ്കുവെക്കുന്നത്. അതുമാത്രമല്ല കർണാടകയിൽ BJPയെ നിലംപരിശാക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് DK ശിവകുമാർ തന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്.